ഹലോ ഫ്രണ്ട്സ്, വെള്ളവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. എന്താ സൺഷെയ്ഡൊക്കെ കഴിഞ്ഞ് മുട്ടും പലകൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യേണ്ട നമ്മൾ ഷോർട്ട് ഇട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ലോങ് ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഷോർട്ട്സ് ഇട്ടതിൻ്റെ. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ മുഖമൊക്കെ കഴുകി എന്നത്തെയും പോലെ നല്ല ഇരുട്ടുണ്ട് കേട്ടോ, വെളിച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ പാടത്തൊക്കെ ഉണ്ടോ അങ്ങനെ നല്ല ഇരുട്ട് കാണുന്നത്. അപ്പുറത്തെ വീട്ടുകാരൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അവരൊന്നും അങ്ങനെ ജോലിക്ക് പോകണവരല്ല, വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് മുറ്റൊക്കെ അടിച്ച് ചാരം വാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കുറേ പേര് പറയും ചാരം വാരണൊക്കെ കാണാൻ ഒരു പഴമയാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മളെ കളിയാക്കുകയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ അടുപ്പ് കത്തിക്കണവരെന്തെങ്കിലും ചാരം വാരാതിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചാരമൊക്കെ വാരി തീ പിടിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയക്കാറും വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളൊരു 3 കുഞ്ഞു പിള്ളേർ വിളിച്ചായിരുന്നു കേട്ടോ. രഞ്ജന, അനുപമ, അമേയ. അപ്പോൾ ഈ നമ്മുടെ ഈ കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ ഈ വീഡിയോസ് ഇരുന്ന് കാണാമെന്ന് പറയുമ്പോഴേ നമുക്ക് എന്തോരം സന്തോഷമുണ്ട് വെച്ചിട്ടാണ്. വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വീഡിയോസൊക്കെ കാണും എന്നൊക്കെ നമുക്ക് പറയാം, സ്ക്രോൾ ചെയ്യുമ്പോഴെങ്കിലും കാണുമെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ കുഞ്ഞു പിള്ളേർ 4, 5 ഈ പിള്ളേർ കുട്ടികൾ 4, 5, 6 ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഇങ്ങനെ നമ്മളോട് ഞങ്ങൾ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ്, ഞങ്ങളെക്കുറിച്ച് പറയണം കേട്ടോ വീഡിയോയിൽ, ഞങ്ങൾ എന്നും കാണാറുണ്ട്, ഞങ്ങൾ ബിഗ് ഫാനാണ്, ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒരു കുഞ്ഞു മക്കൾ അങ്ങനെ വിളിച്ച് നമ്മളോട് പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം അയച്ചിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എത്രമാത്രം ഇരുന്ന് കാണണുണ്ടാവും അവർ, ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. വലിയവരും ചെറിയവരും എല്ലാവരും ഒരുപോലെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ കഴിഞ്ഞ് കുളിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളൊരു കപ്പ് ചൂടുവെള്ളം കുടിക്കാറ് പതിവുണ്ട്. അപ്പോൾ ആ ചൂടുവെള്ളമൊക്കെ കുടിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്ക് കത്തിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ആയില്ല, എല്ലാവരും പറയണ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഈ രാവിലത്തെ വിളക്ക് വെപ്പ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ്, വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണതല്ല. നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വിളക്ക് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയാണ്. ഭഗവാൻ അനുഗ്രഹിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാണ്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമ്മളും അതുപോലെ വിശ്വസിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ. നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഡെയിലി രാവിലെ എഴുന്നേൽക്കലൊക്കെ വൈകിട്ടാണ്. ചേച്ചി എഴുന്നേറ്റ് രാവിലെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. മടിച്ചിരിക്കണ ആ മടിയൊക്കെ മാറി ഇപ്പോൾ എന്ന് നേരത്തെ നീക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും നേരത്തെ കഴിയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് നേരത്തെ ഒരു വീഡിയോ മാത്രം രാവിലെ എനിക്ക് നേരത്തെ പോകണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റാലാണ് 7 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ നേരത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ നമ്മുടെ അമ്മയ്ക്ക് നേരത്തെ നമുക്കൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ കൂടും കേട്ടോ. ഏട്ടനും ഓരോന്നും കറിക്ക് മുറിച്ചിരും, തേങ്ങ ചിരകി തരാനൊക്കെ കൂടും. ആൾക്ക് അങ്ങനെയുള്ള മടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ഒന്നും ചെയ്തു തന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറയും ആണുങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് മോശമാണ് എന്നൊക്കെ പറയും. അത് വെറും തോന്നലാണ് കേട്ടോ. നമ്മൾ സമയം കിട്ടുമ്പോൾ മാത്രം കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യണുള്ളൂ. ഇപ്പോൾ ഏട്ടനായാലും കൽപ്പണിക്ക് പോകണം, ഞാനായാലും ഈ വെയിലൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു വൈകുന്നേരം വരും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ലാഗാവണം കേട്ടോ. അതാണ് നമ്മൾ ലൈവിലൊന്നും വരാത്തത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എഴുന്നേറ്റു കേട്ടോ. വന്ന് ചൂടൊക്കെ ഇരുന്ന് കായാണ് കേട്ടോ. കാശിക്കുട്ടൻ നല്ല കുഞ്ഞിതല്ലേ, എഴുന്നേറ്റ് അമ്മ ഒന്ന് എടുക്കുമെന്നൊക്കെ ചോദിച്ചാൽ അവൻ എടുത്തിട്ടൊക്കെ വന്നു. അങ്ങനെ 2 പേര് നീറ്റ് വന്ന് ചൂടൊക്കെ ഇരുന്ന് കായാണ് കേട്ടോ. ഇതെന്നുള്ള സ്വഭാവമാണ് കേട്ടോ. കുറച്ച് നേരം മക്കൾ 2 പേരും അടുപ്പിനോടെ വന്നപ്പോൾ എനിക്കാണെന്ന് പിന്നെ തീ കത്തിക്കേണ്ട കാര്യം നോക്കണ്ട, പിന്നെ അവർ തീ കത്തിക്കലൊക്കെ അവർ ചെയ്തോളൂ അവിടെ ഇരിക്കണ നേരം. അപ്പോൾ അമ്മ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ബെഡ്ഷീറ്റൊന്നും മാറ്റണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റാതിരിക്കുമോ നമ്മൾ? ഏതൊരു മനുഷ്യന്മാരായാലും നമ്മുടെ വീട്ടിൽ 2 എണ്ണം ഉണ്ടാവും. മേടിക്കുമ്പോൾ 2 എണ്ണം കൂടിയിട്ടുള്ളതാണ് മേടിക്കുക. അപ്പോൾ
അതാണ് നമ്മൾ പിന്നീട് കഴുകിയിട്ട് ഇടുമ്പോഴോ അടുത്തത് ഇടുമ്പോഴോ ആ കളർ തന്നെ ആവണത്. ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരാൾ ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഏട്ടൻ കറിക്ക് അതൊക്കെ അരിഞ്ഞ് തന്നു കേട്ടോ. മുത്തുമണീസിനെ പല്ല് തേക്കുക. അമ്മ പറഞ്ഞാലൊന്നും കേൾക്കണില്ല കേട്ടോ. സ്കൂളിലല്ലോ പോവും, ഭയങ്കര കളിയിൽ ഏർപ്പെട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും പല്ല് തേപ്പിക്കാമെന്ന് പറഞ്ഞ് ഏട്ടാ 2 പേരും ചീത്തയൊക്കെ പറഞ്ഞ് ബ്രഷൊക്കെ അടുപ്പിച്ച് 2 പേരും പല്ല് തേക്കുകയാണ് കേട്ടോ. മടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കളിയിൽ പെട്ടിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല അവരെ കൊണ്ട്. അമ്മയ്ക്കാണെച്ചാൽ പറഞ്ഞ് വയ്യാതാവുമെന്ന് പറയും അമ്മ. അപ്പോൾ നമ്മുടെ ഏട്ടൻ അവിടെ വന്നിരുന്നപ്പോൾ നമ്മുടെ ഏട്ടനെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. അവന് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് അവനോടായാലും അതെ. ഇന്നൊരു തട്ടിക്കൂട്ട് ഉപ്പേരി കേട്ടോ വയ്ക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കുഞ്ഞൊരു പടവലങ്ങ ഉണ്ടായിരുന്നു, 2 കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2ഉം കൂടി മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, സെപ്പറേറ്റ് വെക്കുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ അത് 2ഉം കൂടി ഒരു ഉപ്പേരി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഉപ്പേരിയൊക്കെ വെച്ചു, അതങ്ങനെ അടുപ്പത്ത് വെച്ചു. നമ്മളങ്ങനെ അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ. ഉപ്പേരിക്കൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് നേരെ പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് പോയി. എന്നെ ഏഷ്യന് ഇടാൻ വേണ്ടിയിട്ട് ഏട്ടൻ കൂടെ വന്നിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു ഏട്ടന്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കണുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ എന്നും ദോശ ചെയ്യുന്ന ആൾക്കാർ പരാതി, നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ നമ്മൾ ഉണ്ടാക്കുക. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മക്കൾക്ക് എന്താണോ ഇഷ്ടം അതല്ലേ അച്ഛനമ്മമാർ വെച്ചുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കണം. അതുപോലെ കുറേ പേര് എന്നും ദോശയാണ്. നമ്മളെ മക്കൾക്ക് വലിയ മടുപ്പൊന്നുമില്ല കേട്ടോ ഭക്ഷണം കഴിക്കുക. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ആ മടുപ്പ് എന്നുള്ള സംഭവം. ഇപ്പോൾ വേറെ വല്ലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നമ്മൾ കഴിക്കേണ്ടി വരും, അവർ കഴിക്കില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി, ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടു. അപ്പോഴേക്കും നമുക്ക് പോവാനുള്ള സമയമായി എനിക്ക്. അപ്പോൾ ചോറൊക്കെ നിറയ്ക്കുകയാണ് കേട്ടോ. ചോറും ദോശയും കറിയും ഉപ്പേരിയൊക്കെ നിറച്ചു. അങ്ങനെ പോകാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം നമ്മുടെ മക്കളാണ് കേട്ടോ ദിവസം എനിക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെച്ച് തരിക. മുന്തിരിയൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് കേട്ടോ. അതിൻ്റെ തിരക്കിലാണ് ഞാൻ വിളിക്കുന്നുണ്ട്, വാ വീഡിയോയ്ക്ക് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം പോകാനുള്ള ഡ്രസ്സൊക്കെ മാറി നമ്മൾ പോവാൻ റെഡി ആയിട്ട് പോവാണ് കേട്ടോ. ഏട്ടനും ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ട്. അപ്പം നമ്മളൊന്ന് പോവാണ്. അപ്പം നമ്മുടെ കുഞ്ഞു ഫാമിലിയെ ഇഷ്ടപ്പെടും നമ്മളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ.